കുറച്ചുകൂടെ സ്പീഡ്. ആ ഇരുന്നോ, അടിപൊളി. 5 സ്റ്റാർ തരൂട്ടോ. 5 സ്റ്റാറിലേക്ക് നമ്മൾ കൊടുക്കാൻ ഇട്ടെന്നാ വിളിക്കോ? ക്യാച്ച് ചെയ്യോ? ഉറപ്പാണോ? പേരെന്താ? ഷബീർ. ഗുഡ്. നോക്കൂ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ബ്രെയിൻ എങ്ങനെയാണ് പാറ്റേണൈസ് ചെയ്തിരിക്കുന്നത് അറിയോ? നിങ്ങൾ നിരന്തരം ചെയ്തു വരുന്ന കാര്യം അങ്ങനെ തന്നെ ചെയ്തൊരു പ്രശ്നമില്ല. അങ്ങനെ തന്നെ ചെയ്യുന്ന പ്രശ്നമില്ല. രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, തേക്കാതിരിക്കുക എന്നുള്ള ശീലം പോലെ ഇരിക്കും. ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള ശീലം പോലെ ഇരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് കഴിക്കാത്തതുകൊണ്ട് രണ്ടും ഉണ്ടാവും അല്ലേ? ഇത് രണ്ടും ബോക്സ് ഒന്നും ചെയ്തു അല്ലെങ്കിൽ പൂക്കലിങ്ങനെ വരും. ഇത് രണ്ടും ഉണ്ടാവും. മനസ്സിലായോ? എന്നാൽ ചില ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി പിന്നെ ഒന്ന് ഫ്രഷായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പൂജ ഉണ്ടെങ്കിൽ അങ്ങനെ, മറ്റെന്തെങ്കിലും പ്രാർത്ഥനകളിൽ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി വൃത്തിയിൽ അങ്ങനെ പോകുന്നവരുണ്ട്. ചിലർ വൈകുന്നേരം കുളിക്കണവരുണ്ട്. ഈ പാറ്റേൺ ഒന്ന് മാറ്റാൻ കുറച്ച് പ്രയാസമായിരുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു പേരിൽ മാത്രമാക്കുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ ശരിയാവും അല്ലേ? ചെറിയൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ മാറ്റാൻ പറ്റും. രണ്ടാമത്തിന് റെഡി ആണല്ലോ. സെക്കൻഡ് എക്സർസൈസിന് അത് ഹൈലൈറ്റ് ചെയ്തു. നിങ്ങൾ കാണുന്ന തമാശ ഉണ്ടോ? ഇപ്പൊ നമ്മൾ ചെയ്ത എക്സർസൈസ് അല്ലേ, അത് തമാശ. നിങ്ങൾ കളിക്കുന്ന കുറെ കളികളില്ലേ? ഇതിന് ചെങ്ങന്മാര് വേറെ പേര് പറയും. നമ്മളിങ്ങനെ കാണിക്കുന്ന കുറെ സാധനങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ചെയ്ത് നോക്കിയേ. ഇത് പഠിപ്പിക്കാനാണ് ഞാൻ വന്നതേ. ഇത് ചെയ്തു. ഒരു കൈ നിർത്താം, മറ്റേ കൈ നിർത്താം. വേണ്ട, നിങ്ങൾ പഠിക്കണ്ട. ഞാൻ ഒരു ടെർമിനോളജി പറഞ്ഞത് പരിശീലിച്ചാൽ മതി. ബ്രെയിൻ ജിം പറഞ്ഞാണ്. ബ്രെയിൻ ജിം. ജിമ്മല്ലേ? ജിംനേഷ്യം. ജിംനേഷ്യല്ല, ബ്രെയിൻ ജിം. തലച്ചോറിന്റെ മസിൽ മെച്ചപ്പെടുത്തുക. ഇത് ഭയങ്കര പൈസ കൊടുത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കുറെ നമ്മൾ പേരിലോട് ചെയ്യാൻ കുറെ തരിക പരിപാടികളുണ്ട്. പക്ഷെ ഇതൊക്കെ ഉദാഹരണം നോക്കൂ, ഇതൊരു മുദ്രയുടെ ഭാഗമാണ്. കാർ പാർക്കിംഗ് കിട്ടാത്ത സമയത്ത്, നമ്മൾ ഇറങ്ങാറായ സമയത്ത് അവർ പറഞ്ഞത് നമ്മളിങ്ങനെ കുറിച്ച് പോയാൽ ഉടനെ കാർ പാർക്കിംഗ് നമുക്ക് വേണ്ടി റെഡി ആയിരിക്കുന്ന മനുഷ്യന്റെ ബ്രെയിൻ കൃത്യമായിട്ട് കണ്ടെത്തും. പാറ്റേണൈസ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കുട്ടികൾ കരിയറിന്റെ ഭാഗമായി ഇത്തരം കുറെ ചെറിയ ചെറിയ വിരൽ കൊണ്ടുള്ള എക്സർസൈസുകൾ പ്രാക്ടീസ് ചെയ്ത് പോകുക. ആരെന്നറിയോ? മടിയുള്ള ആളുകൾ, ചേഞ്ച് ഇഷ്ടപ്പെടാത്ത ആളുകൾ, പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാത്ത ആളുകൾ, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾ ബ്രെയിൻ ജിമ്മുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് ചെലവൊന്നുമില്ല. നിങ്ങൾ ഇതേ സാറേ ഒരു പഠിക്കാൻ ഒരു പ്രശ്നമുണ്ട്, മടിയുണ്ട്, ആയുർവേദ വൈദ്യരെ അടുത്ത് പോയി പറഞ്ഞാൽ വൈദ്യർ സാരസുധാരിഷ്ടം മാനസമിത്രാദി ഗുളികയുണ്ട്. ഗുളികയുടെ പേരെന്താ? മാനസമിത്രാദി. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും മാനസിക പ്രശ്നത്തിലുള്ളതാണ്. ഗുളിക തരും, അരിഷ്ടം തരും. അതിൽ തങ്കം ചേർത്തിട്ടാണെങ്കിൽ 1000 രൂപയുടെ മേലാവും. തങ്കമില്ലാത്തിനാണെങ്കിൽ 500 രൂപയുടെ താഴെയാവും. സ്വർണം ചാലിച്ചേർന്ന് അരിഷ്ടം തരിക. ഇതേ സാധനം സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ പോയാൽ സൈക്കോളജിസ്റ്റുകൾ കുറെ എക്സർസൈസുകൾ തരും, സൈക്കാട്രിസ്റ്റുകൾ കുറെ മരുന്ന് തരും. ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയാൽ 1000 രൂപ വരെ വരുന്ന ജർമ്മനിയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത ക്വാളിറ്റി മരുന്നുകൾ തരും മനുഷ്യന്റെ ബ്രെയിൻ ഓക്കെ ആകാൻ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിനെ കൃത്യമായി പ്ലാൻ ചെയ്തെടുക്കാവുന്ന ഒറ്റ പ്രോസസ്സിംഗിലേക്ക് കടന്നു പോകാന്നുള്ളതാണ്. നമുക്ക് ചെയ്തു നോക്കാം. റെഡിയാണല്ലോ? ചമ്മലെന്ന് വിചാരിക്കണ്ടോ? പ്രശ്നമാക്കണ്ട, അവർക്ക് അതിന്റെ വഴിക്ക് പോയിക്കോളൂ. ചിലപ്പോൾ നമുക്ക് തോന്നും ഞങ്ങൾക്ക് ചമ്മൽ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ചമ്മലൊന്നും അല്ലെങ്കിൽ തീരെ ഉസുമില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടിക്ക് കുറച്ചൊക്കെ നാണമാനങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചെറിയ ചമ്മലൊക്കെ ഉണ്ടാവും. അല്ല, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവരൊന്നും നിർബന്ധിക്കേണ്ടല്ലോ. അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു സേഫ് സോൺ കണ്ടെത്തിയാൽ അവർ ഓക്കെ ആയി മാറും. അത് എല്ലാ ജനറേഷനും അങ്ങനെയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഴയ ജനറേഷൻ വളരെ മെച്ചവും പുതിയ ജനറേഷൻ വളരെ മോശമുള്ള തിയറികൾ ഒരിക്കലും വിശ്വസിക്കാനേ പാടില്ല. പുതിയ ജനറേഷൻ ഓക്കെ ആണെങ്കിൽ പഴയ ജനറേഷനും ഓക്കെ ആണ്. പഴയ ജനറേഷൻ ഓക്കെ അല്ലായിരുന്നെങ്കിൽ പുതിയ ജനറേഷൻ ഓക്കെ അല്ല. എല്ലാവരും ഓക്കെ റെഡിയാണല്ലോ? ശരി, ഒന്ന് നിവർന്നിരിക്കും. കാല് നിലത്തേക്ക് വെക്കും. ചെരുപ്പിട്ടോടെ, ചെരുപ്പിട്ടോര് ഇല്ലാത്തൊരു പൊടിയിൽ കാല് വെക്കും. കൈകൾ മുട്ടുകാരുടെ മുകളിലേക്ക് മാറ്റും, മുട്ടിന് മുകളിലേക്ക് മാറ്റും. അതാണ് മുട്ടുകാലിന് മുകളിലേക്ക്. ഒന്ന് നീങ്ങിയിട്ട് ആ ഡെസ്ക് ബെഞ്ച് ഉള്ളിലായിരിക്കും.
സുന്ദരൻ തന്നെയാണ്. ഓ ഞാൻ ദുൽഖർ സൽമാൻ കണ്ടപ്പോൾ ഒരു മാഷങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങിയത് ഞാനൊരു ഫീൽഡ് ഔട്ട് ആയി പോകും. നീ ചിരിച്ചോ? ഞാൻ നല്ല സുന്ദരനാ, അങ്ങോട്ട് പോകും. എന്നെ നോക്കണ്ട, നിങ്ങളുടെ നേരെ നോക്കിയാലോ? ഇങ്ങനെ ഇരിക്കണോ? അപ്പോൾ ഞാനൊരു സംഭവമാണ്. ഒരു മഹർഷി, ഗുരു, ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് തേടി വരും. ശ്രദ്ധിച്ച് കേൾക്കണ്ട, നോക്കണ്ട. നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിൽക്കണം. ഇങ്ങനെ വരും ആളുകൾ. രാജാവ് വരും, മന്ത്രിമാർ വരും, കച്ചവടക്കാർ വരും, കൃഷിക്കാർ വരും, പലരും വരും. എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നത്, കച്ചവടം ശരിയായില്ല, രാജഭരണം ശരിയാവില്ല, മക്കളെ പഠനം ശരിയാവില്ല, രോഗം മാറുന്നില്ല, ഇങ്ങനെ കുറെ ഭൗതികമായ സങ്കടങ്ങൾ മഹർഷിയുടെ അടുക്കൽ വന്ന് പറയും. അവസാനം ഒരിക്കൽ കരഞ്ഞുകൊണ്ട് മഹർഷി പറഞ്ഞു, മോക്ഷം ചോദിച്ച് ആരും വരുന്നില്ലല്ലോ. മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗം ചോദിച്ച് ആരും വരുന്നില്ലല്ലോ. ഹിന്ദുക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ പാതാളത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാനുള്ള മോക്ഷം നേടാനുള്ള വഴി ചോദിച്ച് ആരും വരുന്നില്ലല്ലോ എന്ന് സങ്കടം പറഞ്ഞു. അന്ന് വൈകുന്നേരം വന്നിട്ട് വേലക്കാരൻ വന്നു, ഗുരു, മഹാരാജാവ് എഴുന്നള്ളിയിട്ടുണ്ട്. എന്താണ്? ശത്രുരാജം ആക്രമിക്കാൻ നിൽക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? കഥയുടെ ഒഴുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഗുരു അപ്പൊ പറഞ്ഞു, ഞാൻ സായാഹ്ന പൂജ ഒരുങ്ങണം, വൈകുന്നേരത്തെ പൂജയ്ക്ക് പ്രാർത്ഥന ഒരുങ്ങണം. അതുകൊണ്ട് രാജാവിനോട് കാത്തു നിൽക്കാൻ പറയും. രാജ്യം ഭരിക്കുന്ന മഹാരാജാവ് മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് മണിക്കൂർ കണക്കിന് കാത്തു നിന്നു. മഹർഷി ആകട്ടെ ഇരിക്കുന്നേരം ഇളകിയതേ ഇല്ല. അദ്ദേഹം പ്രാർത്ഥനകൾ കഴിഞ്ഞു, പൂജകൾ കഴിഞ്ഞു, അവസാനം ധ്യാനത്തിലേക്ക് ഇരുന്നു. സൂര്യൻ അസ്തമിക്കാറായി. പെട്ടെന്ന് ഗുരു മഹർഷി ഇരിക്കുന്ന പുലിത്തോലയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. കയ്യിൽ ഒരു ചിരാത് പിടിച്ചിട്ടുണ്ട്, വെളിച്ചം, ഒരു ലാൻഡേഡ്. അത് പിടിച്ചിട്ട് വിളക്ക് പിടിച്ചിട്ട് മുറ്റത്ത് ഭയങ്കര തപ്പലാണ്. അന്വേഷണം. എല്ലാ ചപ്പും ചവറൊക്കെ തോണ്ടിയിട്ട് തെങ്ങിന്റെ ചോടൊക്കെ മാന്തി മരത്തിന്റെ ചോടൊക്കെ കംപ്ലീറ്റ് തപ്പാണ് അന്വേഷിക്കുക. അവസാനം സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായിട്ടും ഇദ്ദേഹം അന്വേഷണം നിർത്തുന്നില്ല. അന്വേഷണം നിർത്താതിരുന്നപ്പോൾ രാജാവ് ദേഷ്യപ്പെടുത്തി ചോദിച്ചു, മഹാഗുരു, അങ്ങ് വലിയ പണ്ഡിതനാണ്, ഗുരുനാഥൻ തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. മണിക്കൂർ കണക്കിനാണ് ഞാനിവിടെ കാത്തു നിൽക്കുന്നു. എന്താണ് അങ്ങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് നഷ്ടപ്പെട്ടാണ് ഇത്ര ധൃതിയിൽ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്? എന്നെ പരിഗണിക്കാതെ എന്ന് ചോദിച്ച സമയത്ത് മഹർഷി പറഞ്ഞു, എന്റെ സൂചി നഷ്ടപ്പെട്ടു. എന്റെ സൂചി നഷ്ടപ്പെട്ടു. അപ്പൊ രാജാവിനോട് ചോദിച്ചു, എവിടെയാണ് സൂചി നഷ്ടപ്പെട്ടത്? ആശ്രമത്തിൽ ഞാൻ ഇരുന്ന പുലിത്തോലിലാണ് സൂചി നഷ്ടപ്പെട്ടത്. അത് മഹർഷിക്ക് ദേഷ്യം വന്നത്, രാജാവിന് ദേഷ്യം വന്നത് മഹർഷിയോട് ചോദിച്ചു, ആ റൂമിന്റെ ഉള്ളിൽ, ആശ്രമത്തിന്റെ ഉള്ളിൽ ഇരുന്ന പുലിത്തോലിൽ നഷ്ടപ്പെട്ട സൂചി എങ്ങനെയാണ് മുറ്റത്ത് തപ്പിയാൽ കിട്ടുക? അപ്പോ പുരൂരവസ് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം രാജ്യം ആക്രമിക്കുക എന്നുള്ളത് അത് ഞാൻ ഉണ്ടാക്കിയതല്ല. കർഷകന്റെ കൃഷി നഷ്ടത്തിലാക്കി ഞാൻ കാരണമല്ല. നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കാത്തത് ഞാൻ കാരണമല്ല. ഈ വ്യാപാരിയുടെ കച്ചവടം നഷ്ടത്തിലാകുന്നത് ഞാൻ കാരണമല്ല. ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളാണ്. പ്രശ്നം എവിടെയാണ്? അവിടെയാണ് പരിഹാരം. സൂചി പുലിത്തോലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തപ്പണം, മുറ്റത്ത് തപ്പിയിട്ട് കാര്യമില്ല. രാജാവിനോട് പോയിക്കോളി. ജയിക്കേണ്ടവരാണ് നിങ്ങളെങ്കിൽ യുദ്ധം ചെയ്യും, തോൽക്കേണ്ടവരാണ് നിങ്ങളെങ്കിൽ യുദ്ധം തോൽക്കുകയും ചെയ്യും. ഇതിലൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല. ശ്വാസം വിട്ടാൻ ചോദ്യം ഇതാണ്. എക്സർസൈസ് തുടങ്ങിയിട്ടുള്ളൂ. ചോദ്യം ഇതാണ്, എന്താണ് മഹർഷിയുടെ പേര്? മഹർഷിയുടെ പേരെന്താ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഗുരു? രാജാവ് സംസാരിച്ച മഹർഷിയുടെ പേര് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതന്നെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞതിന്റെ സംഭവം പറഞ്ഞോ? ആർക്കെങ്കിലും പറയുന്നു? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുതിർന്നവർക്ക് പറയട്ടോ മഹർഷിയുടെ പേര്? പുരൂരവസ്. ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് തന്നെയാണ് സംഭവം. ഇപ്പത്തെ കാത്തിരിക്കുന്നു. ഒരു കയ്യേറി എടുക്കും. പുരൂരവസ് എന്നാണ് മഹർഷിയുടെ പേര്. പുരൂരവസ്. നോക്കി,
പരീക്ഷയിൽ തന്നെ ഇരിക്കുമ്പോഴേ, പരീക്ഷ എഴുതി വന്നിരിക്കുകയാണ്, പരീക്ഷയിൽ തന്നെ ഇരിക്കുമ്പോഴേ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അറിയാം, ഉത്തരം കൃത്യമായിട്ട് അറിയാം എന്ന് വിചാരിച്ചിങ്ങനെ എഴുതും. മാർക്ക് ലിസ്റ്റ് വരുമ്പോഴോ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി തെറ്റിയിട്ടുണ്ടാവും, ഉത്തരം എഴുതിയെടുത്ത് തെറ്റിയിട്ടുണ്ടാവും. ശരിയാണോ? പലപ്പോഴും പഠിച്ചത് അതുപോലെ എഴുതാൻ പറ്റലുണ്ടോ? ഒരു മാർക്ക് മിസ്സായാലുണ്ടോ? എന്താ സംഭവിക്കണേ? ഞാനിപ്പോ പറഞ്ഞ കഥ തിരിച്ചു പറയാൻ പറ്റുന്നത് ചുരുക്കി പറയാൻ പറ്റുന്ന പറയാം. നല്ലൊരു കഥ പറഞ്ഞല്ലേ? ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? മഹർഷി. അയാൾക്ക് ഞാൻ ഉപയോഗിച്ച മറ്റൊരു വാക്കെന്താ? ഗുരു. വേറെ വാക്കെന്താ? മഹാഗുരു. 3 എണ്ണം. പണ്ഡിതൻ. എന്തൊക്കെ തന്നെ നോക്കിയപ്പോട്ടെ. എന്താണ് ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നത്? അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വന്നു അല്ലേ? ഭൗതികമായ പ്രശ്നങ്ങൾ പറയാൻ. എന്തായിരുന്നു ഗുരുവിന്റെ സങ്കടം? സൂചി പോയതിന്റെ സങ്കടം പിന്നെ പറയിപ്പിക്കട്ടെ. മോഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്, അതിന് ചോദിച്ചാലും വരുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഓക്കെ, എന്തായിരുന്നു രാജാവിന്റെ പ്രശ്നം? സമയം ഒരുപാട് കാത്തു നിൽക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് രാജാവ് ദേഷ്യപ്പിച്ചത്. രാജാവ് എന്ത് പ്രശ്നത്തിന് പരിഹാരമായിട്ട് വന്നത്? ശത്രു സൈന്യം അല്ലേ രാജ്യം ആക്രമിക്കാൻ വരുന്നു, മഹിഷ്മതി സാമ്രാജ്യം ആക്രമിക്കാൻ വരുന്നതാണ് പ്രശ്നം. അതോടുകൂടി വല്ലാതെ പ്രശ്നമായി. രാജാവ് വന്നിട്ട് ഗുരുനാഥൻ പരിഗണിച്ചില്ല. ഗുരു എന്താ തപ്പിപ്പോയത്? അന്വേഷിച്ചത് എന്താ? സൂര്യ എവിടെ പോയത്? പുലിത്തോലാണ് പോയത്. എന്നിട്ട് എവിടെ തപ്പിയത്? മുറ്റത്ത്. ലാസ്റ്റ് ഗുരുനാഥൻ പറഞ്ഞ മറുപടി എന്താ? ഒറ്റ സെന്റൻസ്, സൂര്യ എവിടെയാണോ പോയത് അവിടെ തപ്പണം. ഇങ്ങനൊരു പാരഗ്രാഫ് നമ്മളോട് ചോദിക്കുകയാണ്, മഹർഷിയുടെ പേരെന്താണ്? കോൺസെൻട്രേറ്റ്. അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾ മൗൾഡ് ചെയ്യപ്പെട്ട സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ മെമ്മറിക്ക് എന്താ പറയാന്നറിയോ? റെഡ് ഫിഷ് മെമ്മറി എന്നാ പറയാ. നിങ്ങളുടെ തലമുറയുടെ മെമ്മറിക്ക് റെഡ് ഫിഷ് മെമ്മറി. എന്താ കാരണം? അക്വാറിയത്തിൽ വളർത്തുന്ന റെഡ് ഫിഷ് ഇല്ലേ, എന്താ ചെയ്യാം? അതിന് തീറ്റ കൊടുത്താൽ ആ തീറ്റ ഇങ്ങനെ പൊങ്ങി നിൽക്കൂലേ? ആ പൊങ്ങി നിൽക്കുന്നതിന്റെ അടുക്കൽ വന്നിട്ട് നിൽക്കുന്നത് 4 മുതൽ 8 സെക്കൻഡ് വരെ നിൽക്കൊള്ളുന്നു. ഒരു പോയിന്റിൽ വന്നിട്ട് നിങ്ങൾ വിരൽ വെച്ച് നോക്കുക, എന്റെ ഗ്ലാസ്സിൽ നിങ്ങൾ കൊണ്ട് വിരൽ വെച്ചാൽ ആ വിരലിന്റെ അടുത്ത് ഗ്ലാസിന്റെ ഉള്ളിൽ നിങ്ങൾ നിൽക്കും 4 മുതൽ 8 സെക്കൻഡ് വരെ. അപ്പോഴേക്ക് വെട്ടി കൊടുത്ത് പോയിട്ടുണ്ടാവും. 8 സെക്കൻഡേ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എത്ര? 8 സെക്കൻഡ്. അത് എന്തുകൊണ്ടുണ്ടായതാ? 8 സെക്കൻഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? മഹാനായ മൊബൈൽ ഇയാളാണ് പ്രശ്നം. ഇയാളാണ് പ്രശ്നം. എന്താ കാര്യം? എന്താ കാര്യം? സിമ്പിൾ ആണല്ലോ. നല്ല പരിപാടി. നമ്മൾ ഈ സാധനം എടുക്കാം, ഞാന് ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതിലെ പ്രധാന വരുമാന മാർഗം ഈ ചെറിയ ചെറിയ വീഡിയോകൾ, വീഡിയോകളില്ലേ, പ്രൊമോഷൻ വീഡിയോസ്, ഇത് ചെയ്യലാണ്. അവർ ഡിമാൻഡ് ചെയ്യുന്ന, ക്ലയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ആവശ്യം അറിയോ? പരമാവധി 6 സെക്കൻഡ് 7 സെക്കൻഡിൽ വീഡിയോ തീരണം. മുമ്പ് പറയുന്നത് 2 മിനിറ്റ് വീഡിയോ വേണം. 2 മിനിറ്റ് വീഡിയോ ഉണ്ടായിക്കോട്ടെ 25,000 രൂപ 50,000 രൂപ എന്ന് പറയാം. ഇപ്പൊ പറഞ്ഞത് ഒരു 15 സെക്കൻഡ് വരെ. ഇപ്പൊ വീണ്ടും മാറി 5-6 സെക്കൻഡിൽ തീരണം. കാരണം അത്ര ആളുകൾക്ക് ക്ഷമയുള്ളൂ. എന്താ കാര്യം? നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇത് എളുപ്പമാണ്, പിന്നെ ഇത് മാറ്റി ഇത് ചെയ്യുമ്പോൾ പ്രയാസമില്ല. കുറച്ച് സമയം അധികം ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഈ കഥ പറയുന്നതിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധ എത്രത്തോളത്തേക്ക് പോയി, എവിടേക്ക് എത്തി, നിങ്ങളൊക്കെ പാടിപ്പോയി. ക്ലാസ് റൂമിൽ ഇത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷ എഴുതി കൈകുപ്പിക്കാൻ, 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾക്കാർ ഇത്രയും ആൾക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതുക. ഓക്കെ, താഴ്ത്തി. +2 പരീക്ഷ എഴുതിയിരിക്കുന്നവർ 3, 2, 5, 6, 7, 8, 9, 10 ആണല്ലേ? 10. ഓക്കെ, താഴ്ത്തി. ഇനി 10ാം ക്ലാസ് +2കാർ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറയണല്ലോ. 10ാം ക്ലാസ്സിൽ ശ്രദ്ധിച്ചോളൂ. ഇതുവരെ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോകുന്നത് വരെ നിങ്ങൾ അധ്യാപകര് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. വായിച്ചോ, പഠിച്ചോ, ശ്രദ്ധിച്ചോ, നോട്ട് എഴുതിയോ, ഹോംവർക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചു പിന്നാലെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെ കൂടെ കഴിഞ്ഞ 2 വർഷം അധ്യാപകരുണ്ടായിരുന്നു. കുറവല്ലേ? അല്ല മോനെ, കുറവാ. +2 എത്തുമ്പോൾ അധ്യാപകരെ ശ്രദ്ധിക്കില്ല. എന്താ കാരണം? ഹൈസ്കൂൾ വരെ നമ്മുടെ നാട്ടിലെ പഠന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും ഗവൺമെന്റ് സ്കൂളിലാണെങ്കിലും ദീർഘകാലം ഹൈസ്കൂൾ അധ്യാപകർ അവിടെ തന്നെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. +2 എത്തുമ്പോഴോ മാക്സിമം 3 വർഷം, 3 അക്കാദമിക്
അക്കാദമിക് ഇയറിന്റെ 2.5 കൊല്ലം അപ്പോഴേക്ക് അധ്യാപകർ ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരിക്കും. അവിടെ ആർക്കാ നഷ്ടം? കുട്ടിക്ക് അധ്യാപകരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ? സ്ഥാപനത്തോടുണ്ടോ? അവർ ചെയ്യുന്ന ജോലിയോടാണ്. അത് അങ്ങനെയാണ് ആ സിസ്റ്റം വരിക. അതേസമയം ഹൈസ്കൂളിൽ എത്തുമ്പോൾ അധ്യാപകർ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്ലസ് ടുവിന്റെ റിസൾട്ട് അത്ര ശ്രദ്ധിക്കുമോ? ഇല്ല. പ്ലസ് ടുവിന്റെ റിസൾട്ട് ഇൻഡിവിജ്വലാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോളൂ. മഹർഷിയുടെ പേരെന്താ? എന്താ പേര്? എന്താ മഹർഷിയുടെ പേര്? എന്താ പേര്? എന്താണ് മോനെ മഹർഷിയുടെ പേര്? എടാ മോനെ മഹർഷിയുടെ പേരെന്താ? ഇല്ല, പുരൂരവസ്. അയാൾ വളരെ പ്രസിദ്ധനാണ്, വളരെ പ്രസിദ്ധനായ മഹർഷിയാണ്. ഹൈന്ദവ പുരാണങ്ങൾ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ ശ്രദ്ധയിൽ നിൽക്കണം. ക്ലാസ്സിൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 2 പോയിരിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധ വേണം. അധ്യാപകർ വരും, അവർ ക്ലാസ് എടുക്കും, അവർ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യും, അവർ പോകും. നോട്ടും ചിലപ്പോൾ തന്നു വരും, ചിലപ്പോൾ തന്നില്ലെന്ന് വരും. പക്ഷെ പരീക്ഷ എടുത്തത് ആരുടെ ബാധ്യതയാ? ഇൻഡിവിജ്വൽ യൂവേഴ്സ്. ഇന്നലെ വരെ അങ്ങനെ അല്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ നിങ്ങളെ പരീക്ഷ എഴുതുന്ന സമയത്ത് നാട് നിങ്ങളെ കൂടെയുണ്ട്, വീട് കൂടെയുണ്ട്, അധ്യാപകർ കൂടെയുണ്ട്, എല്ലാവരും കൂടെയുണ്ട്. പ്ലസ് 2 എത്തുമ്പോൾ നിങ്ങളില്ല, ഉണ്ടാവോ? ഇല്ല. നിങ്ങൾ പ്ലസ് 2 തോറ്റ് വിചാരിക്കുക, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ആ നേരെ 10ാം ക്ലാസ് തോറ്റാലോ? എന്റെ സ്കൂളിൽ ഒരു കുട്ടിയെ തോറ്റിരിക്കുന്നു. പഠിച്ചോ ഒരു നിലയിൽ മരിക്കുകയായിരുന്നു. കാരണം PTA പ്രസിഡന്റ് തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കംപ്ലീറ്റ് ആളുകൾ ഓരോ വീട്ടിൽ സമാധാനിപ്പിക്കാനും വല്ലതും ചെയ്താലോ? 10ാം ക്ലാസ് ഇങ്ങനെയാണ് മനുഷ്യന്മാർ ചിന്തിക്കുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള 3ാമത്തെ കാര്യം പറയാനുള്ളത്. സെക്കൻഡ് കാര്യം ഞാൻ പറഞ്ഞത് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡിസിപ്ലിൻ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ കഥ പറഞ്ഞത്. നോക്കൂ, എന്താ ഡിസിപ്ലിൻ? എന്താണ് ഡിസിപ്ലിൻ? എന്താണ് നമ്മുടെ ഡിസിപ്ലിൻ? പറഞ്ഞു കണ്ട എഴുതേക്കള ആണോ? അച്ഛൻ കാണുമ്പോൾ തുണി മടക്കി കുത്തയച്ചുക, അമ്മയെ കാണുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റുക, പരീക്ഷനെ കാണുമ്പോൾ ഒരിക്കലും വീഡിയോ വെച്ചിട്ട്, അധ്യാപകർ കാണുമ്പോൾ എഴുതിയിട്ട് സെലൂട്ട് അടിക്കുക. എന്താണ് ഡിസിപ്ലിൻ? എന്താണ് സാധനം? എന്താ സാധനം? ഡിസിപ്ലിന് കറക്റ്റ് ആൻസർ എന്ന അടുത്ത 5 സ്റ്റാർ വരും. ഡിസിപ്ലിന് കറക്റ്റ് ആൻസർ എന്നാ അതിന് ഞാൻ ഉത്തരം തന്നിട്ടുണ്ട്. ഒരിക്കൽ വെറുതെ ചോദിക്കണമെന്നില്ല. പ്രധാനോ ഓക്കെ. അച്ചടക്കം അതെന്റെ ഇംഗ്ലീഷിന്റെ മലയാളതാ. ശരി, നോക്കാം നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവില്ലേ? റെഡി ആയില്ലേ? നല്ലോണം ശ്വാസം എടുക്കും. ഇതൊരു ട്രെയിനറുടെ ഉടായിപ്പായിട്ട് കാണണ്ട. മനസ്സ് പതറുമ്പോ, അസ്വസ്ഥത തോന്നുമ്പോ, കൈവിട്ട് പോകുന്നു തോന്നുമ്പോ അടങ്ങിയിരിക്കുക, നല്ലതുപോലെ ഒന്ന് ശ്വാസം എടുക്കാൻ പുറത്തുണ്ട്. 2-3 പ്രാവശ്യം ശരീരം താരം നിങ്ങൾ കൺട്രോൾ ചെയ്യും. ഒന്നുകൂടെ നല്ലോണം ദീർഘമായി ശ്വാസത്തെ പുറത്തു വിട്ട് അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കേണ്ടി വരും. ശ്വാസത്തിൽ വെച്ചാലോ കാലുകൾ നിൽക്കുന്നല്ലേ? കൈകൾ കുട്ടിക്കാലിന് മുകളിലല്ലേ? ചുണ്ടടക്കുക. അതായത് ഗൈഡൻസ് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളുണ്ടോ? അല്ലാത്തവരും രക്ഷിതാക്കളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഇരിക്കുക. ചുണ്ടടച്ചോളൂ. നിങ്ങളുടെ നേരെ കാണുന്ന ഒരു വ്യൂ പോയിന്റിൽ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി. When I count 5, you have to close your eyes. 5 എണ്ണുമ്പോൾ നിങ്ങളുടെ കണ്ണടയ്ക്കും. 1, 2, നിങ്ങളുടെ ഉടുപ്പും പാൻസും ഒക്കെ ഓക്കെ ആയിട്ട് നോക്കുക. വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നോക്കുന്നത് റിലാക്സ് ചെയ്തിരിക്കാം. 3, വീണ്ടും വേണമെങ്കിൽ ഒന്ന് കോൺസെൻട്രേഷൻ കിട്ടുമെങ്കിൽ ഒന്ന് ശ്വാസം എടുത്ത് ഡ്രോപ്പ് ചെയ്യാം. ചുമക്കാൻ പറ്റണമെങ്കിൽ തീർക്കാം. കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിയലും അറിയലും ചുറ്റുര സംസാരിക്കലും ഇല്ലാട്ടോ. 4 and get ready. 5, just close your eyes. Think nothing. Mind calm ആക്കി വെക്കുക. കണ്ണടച്ച് ശ്വാസം നന്നായി ഉള്ളിലേക്ക് സാവധാനം എടുക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ബിന്ദുവിലേക്കും ശ്വാസം നൽകുന്ന ഊർജം കടന്നെത്തുന്നത് ശരിക്കും ഫീൽ ചെയ്യാം. നീ പതുക്കെ പുറത്തു.
വീണ്ടും ശ്വാസം നല്ലതുപോലെ എടുക്കുക. കാൽവിരൽ വരെ ശ്വാസം നൽകുന്ന എനർജി പാസ് ചെയ്ത് പോകുന്നത് ശരിക്കും ഫീൽ ചെയ്യാം. പതുക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യും. 2 or 3 തവണ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങളുടെ കൈ എടുത്തിട്ട് ഡെസ്കിന് മുകളിൽ പതുക്കെ വെക്കുക. അപ്പൊ നിങ്ങളുടെ ഇരുത്തം കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയി. പറ്റ നിവർന്ന് റിസ്ക് എടുത്തിരിക്കുന്ന അല്പം മുന്നിലേക്ക് ചാഞ്ഞ് ഒരു ബാലൻസ് കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ശരിക്കും ആസ്വദിക്കാം. നിങ്ങളുടെ 8ാം ക്ലാസ് മനസ്സിൽ കാണും, 9ാം ക്ലാസ് മനസ്സിൽ കാണും, 10ാം ക്ലാസ് മനസ്സിൽ കാണും. ഇപ്പൊ കഴിഞ്ഞവരും പരീക്ഷ എഴുതി പോകുന്ന പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 നിൽക്കുന്ന കുട്ടികൾ നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 കാണും. നിലവിൽ എവിടെയാണോ അതുവരെ കണ്ടുപോകാം. നിങ്ങളുടെ മുഖം മനസ്സിൽ കാണും. നിങ്ങളുടെ കണ്ണിന് നേരെ സൗകര്യപ്രദമായ അകലത്തിൽ നിങ്ങളുടെ വയസ്സ് തെളിഞ്ഞു നിൽക്കുന്നത് കാണും. നിങ്ങളുടെ വയസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറത്തിൽ പ്രകാശിച്ചുകൊണ്ട് നിങ്ങളുടെ പേരും കാണും. ഇനി സ്വയം ഞാൻ പറയുന്ന ചോദ്യം ചോദിക്കുക. എന്തിനാണ് എന്നെ പറ്റുക? What I am fit for? എന്തൊക്കെയാണ് എന്റെ നല്ല ഗുണങ്ങൾ? എനിക്ക് നല്ല കൈയക്ഷരമുണ്ടോ? ഓർമ്മശക്തി ഉണ്ടോ? നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉണ്ടോ? ആളുകളോട് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടോ? ഓരോന്നും ചോദിക്കും. എനിക്ക് മാത്സ് നന്നായിട്ട് മനസ്സിലാവും. സയൻസ് വിഷയങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. എന്റെ വ്യക്തിത്വത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? അതും ചോദിക്കും സ്വയം. എനിക്ക് എന്താണ് കുറവ്? ഫ്രണ്ട്സ് കുറവുണ്ടോ? മൊബൈൽ ഫോണിൽ അമിതമായി സമയം ചെലവഴിക്കുന്ന കൂട്ടത്തിലാണോ? എന്റെ ലൈഫ് ശരിയായ ട്രാക്കിൽ തന്നെയാണോ? ഞാൻ മാറേണ്ടതുണ്ടോ? എവിടെയാണ് ഞാൻ എന്റെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്? എന്റെ ലൈഫ് ഞാൻ ഏത് ട്രാക്കിൽ കൊണ്ടുപോകണം? നിലവിലുള്ള എന്റെ ലൈഫ് പാറ്റേൺ ശരിയായ ദിശയിൽ തന്നെയാണോ അതോ ഞാൻ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് പ്രയാസമുള്ള വിഷയം, മാത്സോ ഇംഗ്ലീഷോ ലാംഗ്വേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവട്ടെ, സയൻസോ സോഷ്യൽ ഏതുമാകട്ടെ, എന്തുകൊണ്ടാണ് എനിക്ക് ആ വിഷയം പഠിക്കാൻ പറ്റാത്തത്? എന്റെ മാതാപിതാക്കളും ഗുരുനാഥന്മാരും എന്നെ ഉപദേശിക്കുകയോ ചീത്ത പറയുകയോ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ സ്ഥിരമായി ആവർത്തിക്കുന്നത് എന്താണ്? ഏത് പോയിന്റാണ് അവർ നിരന്തരം ആവർത്തിക്കുന്നത്? Should I change? സ്വയം ചോദിക്കുക. ഞാൻ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? അതോ നിലവിലുള്ള എന്റെ പഠന രീതിയിൽ, എന്റെ ഒരു ദിവസത്തെ ടൈം ടേബിളിൽ, എന്റെ ചിട്ടയിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തു മാറ്റം വരുത്തണം? വീണ്ടും ആദ്യത്തെ ചോദ്യം ചോദിക്കുക. ഞാൻ ഇത്രയും വയസ്സായല്ലോ, ഞാൻ എന്താണ് നേടിയത്? വ്യക്തിപരമായി എനിക്ക് എന്താണുള്ളത്? സ്വയം ചോദിക്കണം. എനിക്ക് എന്താണുള്ളത്? അറിവ് അത് എത്രത്തോളം ഉണ്ട്? നിലവിൽ അറിവ് അളക്കാനുള്ളത് നമ്മുടെ കയ്യിലുള്ള മാർക്കാണ്. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയവർ പ്ലസ് 2 10 ആവട്ടെ, എങ്കിൽ അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണോ? അത് ഉടായ്പ കളിച്ചിട്ടുണ്ടോ? പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചോ? ഇതൊക്കെ അതൊന്നും നിങ്ങളതാവില്ലല്ലോ. അങ്ങനെ എന്റെ സ്വന്തമായിട്ടുള്ളത് മാത്രം വിലയിരുത്തുക. അതുപോലെ നിങ്ങൾ ഇത്രയും കാലത്തെ ജീവിതത്തിൽ
പറ്റിപ്പോയല്ലോ, അങ്ങനെ സംഭവിക്കരുതായിരുന്നല്ലോ, ശരിയായില്ലല്ലോ എന്ന് തോന്നി എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അടിപിടി, ബഹളം, വേണ്ടാത്ത അഫെയറുകൾ, ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, ചീത്ത മെറ്റീരിയൽ, സബ്സ്റ്റൻസിന്റെ ഉപയോഗം, പുകവലി, വീടുവലി തുടങ്ങിയ എന്തെങ്കിലും പ്രമാണിത്തരങ്ങൾ, ഇതെല്ലാം ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ ശത്രുവാണോ മിത്രമാണോ? നിങ്ങൾ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കൂട്ടുകാർ, ചാറ്റ് ചെയ്യുന്നവരൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണോ, അതോ നിങ്ങൾ റോങ് ഗൈഡ് ചെയ്യുന്ന ആളുകളായിരിക്കോ? ശരിക്കും ചോദിക്കും. Then ask yourself, ശരിക്കും ഒരുങ്ങി തയ്യാറായി നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, വാട്ട്സ് ഇൻ മൈ പ്ലാൻ ഇൻ ദ ലൈഫ്? എന്താണ് എൻ്റെ ലൈഫിൽ എൻ്റെ പ്ലാൻ? ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ശരിക്കും വിലയിരുത്തുക. എൻ്റെ മാതാപിതാക്കൾ പണമുള്ളവരാണ് അല്ലെങ്കിൽ പണമില്ലാത്തവരാണ്, രണ്ടും എന്നെ ബാധിക്കാൻ പാടില്ല. കാരണം ഞാൻ തികച്ചും സ്വതന്ത്രനായ കഴിവുള്ള വ്യക്തിയാണ്. എനിക്കതിൽ നിന്ന് നേടാനുമുണ്ട്, നഷ്ടപ്പെടുത്താനുമുണ്ട്. എന്താണ് എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ ചെയ്യാൻ പോണത്? നിങ്ങളുടെ പാരന്റ്സിന്റെ ശബ്ദം കേട്ടു നോക്ക് മനസ്സിൽ. അവർ നിരന്തരം ചീത്ത പറയുകയോ ശകാരിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നുണ്ടാവും. അവരെന്ത് പോയിന്റിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ നെഗറ്റീവ്സ്, ശരിക്കും സിൻസിയറായ അധ്യാപകർ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അവർ നിങ്ങളുടെ എന്ത് നെഗറ്റീവാണ് ചൂണ്ടിക്കാണിച്ചത്? നിങ്ങളോട് ചോദിക്കൂ. ഇന്ന് നിങ്ങൾ രക്ഷിതാവിന്റെ മുന്നിൽ കൈ നീട്ടും. ജീവനുള്ള ATM ആണല്ലോ വാപ്പ, അവർ നിങ്ങൾ കൈ നീട്ടും. നാളെ നിങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം ചുളിയുകയും മസിലുകൾ തളരുകയും ശരീരത്തിന് ക്ഷീണം ബാധിക്കുകയും ചെയ്ത് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അവർ നിങ്ങളോട് പറയും, എടാ മോനെ, ഒന്ന് ആശുപത്രിയിൽ പോകണം, എനിക്ക് വയ്യ. എവിടെ നിങ്ങൾ എടുത്തു കൊടുക്കുക? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കൈ നീട്ടു. എവിടെ നിന്നാണ് നിങ്ങൾ എടുത്തു കൊടുക്കാറുള്ളത്? നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരുടെ മുന്നിൽ കൈ നീട്ടും? നിങ്ങൾ ഉത്തരവാദിത്വത്തിന്റെ ലോകത്തിലേക്ക് കടക്കുമ്പോൾ, നിങ്ങളൊരു രക്ഷിതാവാകുമ്പോൾ, നിങ്ങളൊരു ടീം ലീഡർ ആകുമ്പോൾ, നിങ്ങളൊരു ജോലിക്കാരനാകുമ്പോൾ, അല്ലെങ്കിൽ ജോലി കൊടുക്കുന്ന ഒരു മാസ്റ്റർ ആകുമ്പോൾ, നിങ്ങൾ എവിടെ നിന്നാണ് സോഴ്സ് കണ്ടെത്തുക? എന്താണ് നിങ്ങളുടെ പ്ലസ്, എന്താണ് നിങ്ങളുടെ മൈനസ്, എന്തിനാണ് നിങ്ങളെ പറ്റുക? ശരിക്കും ചോദിക്കും. വാട്ട് ഇസ് യുവർ പ്ലാൻ? What is your plan? I want a crystal clear answer. What is your plan? Take a deep breath. Everyone, ശരിക്കും ഉള്ളിലേക്ക് ശ്വാസം. ചോദ്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ? ഇതിങ്ങനെ തന്നെ പോയാൽ മതിയോ? ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ അത് മനസ്സിൽ കണ്ടു നോക്കുക. രാവിലെ എഴുന്നേൽക്കുന്നു, സൂര്യൻ ഉദിക്കുന്നോടെ നമ്മൾ ഉണരുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു, ആരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, നമ്മളെ കൂട്ടത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നു. കൃത്യമായി ഒരു പാറ്റേണിൽ അല്ലാതെ ഒരു പോക്കങ്ങനെ പോവാൻ ശരിക്കും ആലോചിച്ച് തീരുമാനിക്കും. ഇങ്ങനെ പോയാൽ മതിയോ? മാറ്റം വരുത്തണോ? മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ പ്ലാൻ എന്താണ്? നാലാമത്തെ ചോദ്യം, ആ പ്ലാൻ സക്സസ്ഫുൾ ആകേണ്ട ഘട്ടത്തിൽ സ്വന്തമായി നമ്മുടെ കയ്യിൽ പണം വേണം, സ്വന്തമായി ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി വേണം, സഫിഷ്യൻസി വേണം. അങ്ങനെയൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സോഴ്സ് ഓഫ് എനർജി? എവിടെ നിന്നാണ് നിങ്ങൾ എനർജി കണ്ടെത്തുക? നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ഗുരുത്വം, നിങ്ങളുടെ അതവ്, നിങ്ങളുടെ മര്യാദ, നിങ്ങളുടെ ഗുരുനാഥന്മാർ പകർന്നു തന്ന വെളിച്ചം, നിങ്ങളുടെ പാരന്റ്സിനുള്ള കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ലൈഫിനുള്ള പ്ലാൻ, എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്? Once again, take a deep breath and breathe out. Slowly open your eyes. ചോദിക്കാലോ? പ്ലസ് ടു കഴിഞ്ഞു, എന്താ പ്ലാൻ? സോഷ്യോളജി. എന്തിനാണ് സോഷ്യോളജി തിരഞ്ഞെടുക്കുന്നത്? ഹോസ്പിറ്റാലിറ്റി. 10 കഴിഞ്ഞു, എന്താ പ്ലാൻ? അത് പ്ലസ് 1-ലല്ലേ? ഇൻ ലോങ് റൺ പ്ലാനില്ല. എന്താണ് ഈ പ്ലാൻ എന്ന സാധനം? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ മികച്ച ജോലി അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാവാന്നുള്ളതാണ് സംരംഭം. ഞാൻ സ്വകാര്യം പറയട്ടെ, ലോകം ചലിപ്പിക്കുന്നത് സർക്കാരുകളാണോ കച്ചവടക്കാരാണോ? ആരാ?
കച്ചവടക്കാരാണ്, ബിസിനസ്, എല്ലാവരും ഗവൺമെന്റ് ജോലി. ആഹാ, അപ്പൊ അതിന് പഞ്ചായത്ത് പോകണം കേട്ടോ. ഗവൺമെന്റ് ജോലി താല്പര്യമുള്ളത് അതിന് തന്നെ പോകണം. അല്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിവില്ലാത്ത ഒരുത്തൻ തൽക്കാലം മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് റൊണാൾഡോ ഗോൾ അടിക്കാൻ പോയി ഗോൾ അടിക്കുക വിചാരിച്ചത് നടക്കില്ല. അയാളപ്പോ ശമ്പളത്തിന് ജോലി തന്നെ. പക്ഷെ മറ്റൊരാളുടെ കീഴിൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് എത്ര വലിയ ശമ്പളമാണെങ്കിൽ പോലും ശമ്പളമാണ്, അതിന് പരിധി ഉണ്ടാവും. വ്യത്യാസം മനസ്സിലായല്ലോ? വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദ്യം ക്ലാരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ വരുള്ളൂ. നാളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല പ്ലാൻ. നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യം എന്താണ്? മറ്റൊരർത്ഥത്തിൽ ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ പാഷൻ? വാട്ട് ഈസ് യുവർ പാഷൻ? ഞാൻ 3 സംഭവങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒന്ന്, പാലക്കാട് ജില്ലയിലുള്ള ഒരു വാഴ കച്ചവടക്കാരനാണ്. വാഴ എളുപ്പം, അല്പം മരവാഴ, കരയിലിരിക്കുന്ന വാഴ എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ. ഇയാൾ വാഴ കച്ചവടക്കാരനാണ്. പക്ഷെ ഇയാൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി വാഴയുടെ കൊല വെട്ടലല്ല, ഇല വെട്ടലാണ്. ഇല വെട്ടൽ മിക്കവാറും യൂട്യൂബിലേക്ക് ഇളെ പറ്റി കാണാം. അവിടെ വർഷം ശരാശരി 10 ലക്ഷം രൂപയുടെ ഇല വിൽപ്പന നടത്തുന്നില്ല. പ്ലാസ്റ്റിക്കും മണ്ണിലേക്ക് ചെന്ന് ചെയ്യുന്നത് ഭയങ്കര പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ പ്ലാസ്റ്റിക് പേപ്പറും പ്ലാസ്റ്റിക് ഗ്ലാസും ഒക്കെ ഭക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നിരോധിക്കപ്പെടും. ഇപ്പൊ ഹോട്ടലുകൾക്ക് ഒന്നുകിൽ പേപ്പർ പ്ലേറ്റ്, അതിൽ പോലും പ്ലാസ്റ്റിക് കോട്ട് ഉണ്ടെങ്കിൽ പറ്റില്ല. പിന്നെ പ്ലേറ്റ് വാങ്ങിക്കണം. അത് സാധാരണ ഈ മെലാനിന്റെ സാധാ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ താല്പര്യപ്പെടില്ല. അപ്പോൾ പിന്നെ പൊട്ടുന്ന ഗ്ലാസിന്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഈ സെറാമിക് പ്ലേറ്റുകളോ വേണം. അതിന് നല്ല കോസ്റ്റാണ്. ഒരു പ്ലേറ്റിന് 150, 100, 200, 300 രൂപയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒരു മാസം ഒരു പ്ലേറ്റ് പോലെ അപ്പോഴെങ്കിലും ചാടി കൂട്ടും. ഇത് പരിഹരിക്കാൻ വേണ്ടി പണ്ടത്തെ സിസ്റ്റത്തിലേക്ക് ഹോട്ടലുകളൊക്കെ മടങ്ങി പോകും. വാഴയില്ല, ഒരു ചെലവില്ല, പെട്ടെന്ന് മണ്ണിലൂടെ ദ്രവിച്ച് ചെയ്യും. ഒരു ഷീറ്റിന് 5 രൂപ കൊടുത്താൽ മതി. 5 രൂപ കൊടുത്താൽ മതി. ഇയാളെ കണക്ക് ഒരു വർഷം ഒരു വാഴയിൽ നിന്ന് ഏകദേശം 200 പീസ് ഇല ഉണ്ടാക്കാൻ പറ്റും. 200 പീസ് ഒരു വാഴയിൽ നിന്ന്. അയാൾ നമുക്ക് അത്ഭുതം തോന്നും. 40 ഏക്കറിലാണ് അയാൾ വാഴ കൃഷി. സ്വന്തം 2 ഏക്കറിൽ നിൽക്കുന്ന നാട്ടുകാരുടെ മൊത്തം സ്ഥലം പാട്ടത്തിൽ എടുത്തിട്ട് ഇയാൾ വാഴ കൃഷി. കൊല വലുതായ മൂത്തൊന്നും അയാൾ പരിഗണിക്കണേ ഇല്ല, ഇല വെട്ടി നിൽക്കുക. ഇതേപോലെ ഒരു വർഷം ഒറ്റ മാവിൽ നിന്ന് 7 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട്. അയാള് ഈ പിന്നെ കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഭാഗത്ത് കരിമ്പയാണ്. അയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? എയർലൈനുണ്ട് അവിടെ ഭയങ്കര റഷാന്ന് തോന്നുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റായില്ലേ? ഓക്കെ. അയാൾ ചെയ്ത് എയർലൈൻ ചെയ്തിട്ട് മാവിന്റെ തൈകൾ ഉണ്ടാക്കി വിൽക്കണം. ഇവിടെ ഉണ്ടല്ലോ ചന്ദ്രക്കാരൻ നമ്മൾ മാങ്ങ, തൃശ്ശൂർ ജില്ലയിലില്ലേ ചന്ദ്രക്കാരൻ, അങ്ങനെ മാങ്ങയില്ലേ? ഉണ്ടോ ചന്ദ്രക്കാരൻ? ഒരു മാങ്ങ അറിയാം? ഉണ്ടാവും. എന്തായാലും തൃശ്ശൂർ ജില്ലക്കാരനാണ് മാങ്ങ. ചന്ദ്രക്കാരൻ എന്നാണ് ഈ പേര് പറയാം. ഇത്ര വലിപ്പമുള്ളത് കുട്ടിക്കുടിയനാണ് അല്ലേ? നല്ല മധുരമുള്ള മാങ്ങ മാങ്ങ. ഇതാണ് ഇയാളുടെ വീട്ടിലുള്ള മാവ്. പഴയ വലിയൊരു മാവാണ്. ഇത്രയൊക്കെ കമ്പുകളെ എയർലൈൻ ചെയ്ത് തൈകൾ ഉണ്ടാക്കി വിൽക്കുകയാണ്. ഒരു തൈയിന് 50 രൂപ വില ഈടാക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലെ ബിസിനസ് മൈൻഡ് ഉണർന്നു നോക്കൂ. 20,000 തൈ വിറ്റാൽ എത്ര രൂപ കിട്ടും? 50 രൂപയുടെ 20 തൈ വിറ്റാൽ കാൽക്കുലേറ്റ് ചെയ്യണോ? 50 രൂപയുടെ തൈകൾ 20,000 എണ്ണം വിറ്റാൽ 2 × 5 എത്രയോ? 10. എത്ര ലക്ഷം ഉണ്ടാക്കും? ആലോചിച്ചു. വെറും മാവിന്റെ തൈ. എന്തുകൊണ്ടാണ് ഈ 2 പേര് അതിന് പിന്നാലെ പോണത്? നിങ്ങളെ കാര്യം വിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ പേരറിയോ നിങ്ങൾക്കൊക്കെ? അറിയോ? ചെരുപ്പില്ലേ? ചെരുപ്പിന്റെ പേര് ചെരുപ്പ്. കമ്പനി ഏതായിക്കോട്ടെ, റോക്സ്. ഓക്കെ. പയ്യൻ 8ാം ക്ലാസ് പാസ്സായപ്പോ നമ്മളൊന്നും പോലെ അല്ല. അവരുടെ നാട്ടിൽ 8ാം ക്ലാസ് പാസ്സായാൽ സെക്കൻഡറി ഘട്ടം തീരും. ഓക്കെ, നമ്മളെന്ന് പറയുന്നത് സെക്കൻഡറി ഘട്ടം തീരും. പിന്നെ സ്കിൽ സ്കൂളിംഗ് ആണ്, ക്വാളിറ്റിക്ക് അനുസരിച്ച പഠനം. അപ്പൊ ചെക്കനോട് അച്ഛൻ ചോദിച്ചു, നിന്റെ പ്ലാൻ എന്താണ്? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം, ചെക്കൻ പറഞ്ഞു ചെരുപ്പ് ചായാൽ മതി, ചെരുപ്പ് കുത്തി ആയാൽ മതി. അച്ഛൻ ലക്ഷപ്രഭുവാണ്. അച്ഛൻ ദേഷ്യം കുറിച്ചു ഓണ പഠിക്കാനുണ്ട്. അങ്ങനെ 9ാം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലേക്ക് പറഞ്ഞു. A ലെവൽ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ
10ാം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ പിന്നെ ചോദിച്ചു എന്താണ് പ്ലാൻ? എനിക്ക് ചെരുപ്പുത്തി ആവണം. ആ എന്നാ പോടാ ഇന്റർമീഡിയറ്റ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പറഞ്ഞു. പണ്ടത്തെ പ്ലസ് ടു കഴിഞ്ഞ് വന്നപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് ചെരുപ്പുത്തി ആയിരുന്നു. ദേഷ്യം പിടിച്ച് ഓണേഴ്സിൽ പറഞ്ഞു. ഡിഗ്രി 4 വർഷം ഡിഗ്രി കഴിഞ്ഞ് തിരിച്ചു വന്നു. ഡിഗ്രി കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ പിന്നെയും ചോദിച്ചു. ഞാൻ എന്നോട് ചോദിക്കുന്നതിന് കുറച്ചാൾ കൊണ്ടിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് പ്രീസ്റ്റിനെ കൊണ്ടത് ക്രിസ്ത്യൻസ് ആണ്, അവരെ പാതിരിയെ കൊണ്ടത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മുസ്ലിം മഹലിലെ ഹത്തീബ് ഖാദി എന്നൊക്കെ പറയുന്ന പോലെ വളരെ പ്രാധാന്യമുണ്ട് അവരുടെ പ്രീസ്റ്റിനെ കൊണ്ടതും. കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാരണന്മാരെ വിളിച്ചു വരുത്തി എല്ലാവരും മുന്നിൽ എത്തിയിട്ട് $200 അയാൾ കയ്യിൽ വിളിച്ചു. അച്ഛൻ മകനോട് ചോദിച്ചു എന്താണ് നിന്റെ പ്ലാൻ? മകൻ ചിരിച്ചുകൊണ്ടോ എനിക്ക് ചെരുപ്പിച്ചാൽ മതി. ഉടനെ മൂപ്പര് ഒരു ചെരുപ്പിന്റെ അച്ച്, മരത്തിന്റെ അച്ച് കണ്ടില്ല നിങ്ങൾ, അത്ര അച്ചു കൊടുത്തു, $200 കൊടുത്തു, ഒരു കെട്ട് നൂലും ഒരു സൂചിയും. നിനക്കിത് മതി, പോയിക്കോ, നിന്റെ വീട്ടിൽ നിൽക്കരുത്. പോയി മകൻ റോട്ടിൽ ഇറങ്ങിപ്പോയി. ആകെ പ്രശ്നമായി. തള്ള കരച്ചിലോട് കരച്ചിൽ, അന്ന് സങ്കടത്തോട് സങ്കടം. തള്ള തന്തയുടെ ചപ്പ കഴിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒറ്റ കാലത്തല്ല മകൻ ഇറങ്ങി പോയത്. ഭയങ്കര പ്രശ്നം. നമ്മളൊക്കെ വീട്ടിൽ സാധാരണയാണ് സംഭവം. 8 വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ ഫാക്ടറിയിൽ കടം കയറി കുടിയിൽ ഫാക്ടറി വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്തു. അന്നത്തെ വില അനുസരിച്ച് 16 ലക്ഷം എമൗണ്ട് കൊടുത്തിട്ട് ഈ ഫാക്ടറി ഒരാൾ വിലക്കെടുത്തു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫാക്ടറിയുടെ ഒറിജിനൽ ഉടമസ്ഥൻ വന്ന് നോക്കുമ്പോൾ അന്ന് വീട് വിട്ടിറങ്ങിപ്പോയ മകനാണ്. നിങ്ങളെ കാലം കിടക്കുന്ന ആ മകന്റെ സ്വപ്നമാണ്. നമ്മളെ കാലിൽ 100 പേര് ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ 90 ആൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ബാറ്റയുടെ ചെരുപ്പാണ്. ബാറ്റ ചെരുപ്പിന്റെ ടെക്നോളജി നമ്മളൊക്കെ ഉപയോഗിക്കും. PU ചെരുപ്പ്, കനം കുറഞ്ഞ ചെരുപ്പ്, കനം കുറയാത്ത ചെരുപ്പ്, ഹീലുള്ള ചെരുപ്പ്, ഇങ്ങനെ പലതരം ചെരുപ്പുകളുണ്ടല്ലേ. ഇതൊക്കെ ടെക്നോളജി മാറ്റം കൊടുക്കുന്നത്. ജോസഫ് ബാറ്റയുടെ ഹിസ്റ്ററിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചെരുപ്പ് വെച്ചോ. പാഷൻ എന്ന ചോദ്യം ഇതാണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ പാഷനാണ്. എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ള പാഷൻ? ബാപ്പാന്റെ പോക്കറ്റിലെ പൈസ കൊണ്ട് ജീവിക്കല, മോന്റെ പ്ലാൻ എന്താ? അച്ഛനെ ഊറ്റി ജീവിക്കണം എന്നാണോ? എന്താണ് പ്ലാൻ? ഇന്ന് പറഞ്ഞാൽ മതി. എനിക്ക് നിങ്ങൾക്ക് എത്ര വയസ്സ് പറയും? ആർമി ഡിഫൻസ് ഓഫീസർ. യെസ് സർ. നിന്റെ പ്ലാൻ എന്താ? സൈക്കോളജി. പിടിച്ചോ, പറഞ്ഞു. മൈക്ക് നിന്നൊന്നും ചെയ്യൂല. സൈക്കോളജി. അവളുടെ പ്ലാൻ എന്താ? ലോജിസ്റ്റിക്സ്. ഡോക്ടർ. എന്ത് ഡോക്ടർ? ഡെന്റിസ്റ്റ്. ബിസിനസ്. എന്ത് ബിസിനസ്? എന്തെങ്കിലും ACC പ്ലാനില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. CMA ഇന്ത്യൻ ഒരു US പ്ലാനില്ല. ഒരു പ്ലാനില്ല. നമുക്ക് അങ്ങനെ പ്ലാനൊന്നുമില്ല. കഴിയും. മോളുടെ പ്ലാൻ എന്താ? IT ഫീൽഡ്. നഴ്സിംഗാ? BSc നഴ്സിംഗ്. ഗൾഫ് പോകാനുള്ള പ്ലാൻ അതോ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം? അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, എവിടേക്കല്ലേ മതി? ഇവിടെ തന്നെ പോയി കിട്ടണം. ജനറൽ നഴ്സിംഗ്, IAS, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ IT, സോഫ്റ്റ്വെയർ. തീരുമാനിച്ചില്ല. എനിക്ക് തോന്നി നിങ്ങളെ ഡെസ്കമ്മ കളിക്കുന്നുണ്ടല്ലോ തോന്നി. മെക്കാനിക്കൽ എഞ്ചിനീയർ. പ്ലാനില്ല. ഇല്ല. നേരത്തെ പറഞ്ഞു ഇല്ല. എഞ്ചിനീയർ. നോക്കൂ, ഞാൻ നിങ്ങളോട് അടുത്തൊരു എക്സാമ്പിൾ പറയട്ടെ. പന്ത് കളി നടക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. പന്ത് കളി നടക്കുന്നു. 2 ടീമിൽ കൂടെ എത്ര കളിക്കാരുണ്ടാവും? 22 കളിക്കാരുണ്ടാവും. ലോകത്ത് അങ്ങനെ എത്ര ടീമുകളുണ്ടാവും? അല്ലേ? 1000 കണക്കിന് ടീമുണ്ടാവും. സ്റ്റാൻഡേർഡിലുള്ള ടീം ഉണ്ടാവും, ഇല്ലാത്ത ടീം ഉണ്ടാവും. ശരിയല്ലേ? എന്നാ ശ്രദ്ധിച്ചോ. ഈ ടീമുകളിൽ എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാരുടെ പേര് മാത്രം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്? മെസ്സി, റൊണാൾഡോ,
എംബാപ്പെ, നെയ്മർ, പിന്നെ മറ്റേ പയ്യന്റെ പേരുന്ന ലമീൻ യമാല്, അങ്ങനെ കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ സാലെ, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ISL ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്തായിരിക്കും അവരുടെ പേര് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്? എന്തായിരിക്കും? ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരു ടീമിന് ഗോൾ അടിക്കണമെങ്കിൽ ഒരു കളിക്കാരൻ ഗോൾ സ്കോർ ചെയ്താൽ എത്ര ആളുകൾ തോൽപ്പിക്കണം? ആലോചിച്ച് പറഞ്ഞാൽ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ആൻ IAS ടീം വിചാരിക്കും, എത്ര ആളെ തോൽപ്പിക്കേണ്ടി വരും? 11 മതിയോ? പോരാ, 21 ആൾക്കാരെ തോൽപ്പിക്കണം. വേണ്ടേ? സ്വന്തം ടീമിലെ കളിക്കാർക്ക് ഇയാളുടെ മനസ്സിൽ കണ്ടൊരു കളിയുടെ പ്ലാൻ, ഞാൻ ഇങ്ങനെ കളിക്കുന്നത് ഗ്രൗണ്ടിൽ പിടിച്ചാൽ പറ്റുമോ? അവരെ കൊണ്ട് തന്റെ ചിന്ത അവർക്ക് കൺസെന്റ് കൊടുക്കണ്ടേ? സ്വന്തം ടീമിലെ 10 ആൾക്കും വേണ്ടേ? പിന്നെ എതിർ ടീമിലെ 11 ആളുകൾ, അങ്ങനെ 21 ആൾക്കാരെ തോൽപ്പിക്കണം. വേണ്ടേ? ശരിയാണോ? ഇനി ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എതിർ ടീമിലെ 10 ഡിഫൻസിന്റെ ആൾക്കാരുണ്ടാവും. കളി തുടങ്ങിയ പിന്നെ ഫോർവേഡും കണക്കാ, വിങ്സും കണക്കാ, ബാക്കിലും മുന്നിലും ഒക്കെ എല്ലാവരും ഡിഫൻസിലേക്ക് മാറും. റൊണാൾഡോ വന്നാൽ, മെസ്സി വന്നാൽ, എംബാപ്പെ വന്നാൽ, പിന്നെ എന്താ മറ്റേ സെക്കൻഡ് പേര് ലാമിയ, ഇവരൊക്കെ വന്നാല് ഇവരൊന്നും പിടിച്ചാൽ പേര് വന്ന വേഗം കൂടെ ഗ്രൗണ്ടിൽ അങ്ങേറ്റം എത്തിയിട്ടുണ്ടാവും അല്ലെ? അത്ര സ്പീഡാണ് ഇവർക്കൊക്കെ. അതോടെ എതിർ ടീം മുഴുവൻ ഡിഫൻസ് ആയിട്ടുണ്ട്. അപ്പൊ എതിർ ടീമിന് ഡിഫെൻഡ് ചെയ്യണം. എന്നാലും ഇവരൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്നു. എന്തായിരിക്കും എന്റെ രഹസ്യം? എന്തായിരിക്കും? പ്ലാൻ വേണ്ട ചങ്ങന്മാരെ. 1998 ലോകത്തെ ഏറ്റവും അധികം വേൾഡ് കപ്പിൽ ഗോൾ അടിച്ച റെക്കോർഡ് ഇട്ട അന്നത്തെ ഏറ്റവും യുവതാരം ഫ്രാൻസിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നു. കളിയുടെ തുടക്കത്തിൽ അയാൾ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് കൂടെയുള്ള നേഴ്സ്, നീ പറഞ്ഞ ജനറൽ നേഴ്സ് ഇയാളുടെ വായയുടെ അറ്റത്ത് നിന്നും അതിന്റെ തൊട്ടു മുമ്പുണ്ടായ ഒരു അപസ്മാരത്തിന്റെ ബാക്കി തുടച്ച് വൃത്തിയാക്കി വരുന്ന ചാനലുകളൊക്കെ കാണിച്ചു. അയാൾക്ക് പ്രഷറും ഉണ്ട്. കാരണം അയാൾ ജയിച്ചിട്ടില്ലെങ്കിൽ ടീം തോൽക്കും, ബ്രസീൽ തോൽക്കും. അങ്ങനെ 98 ഫ്രാൻസിന്റെ കളിയിൽ ഒരു തോറ്റു. ആര് തോറ്റു? ബ്രസീൽ തോറ്റു. 2002 4 വർഷത്തിന് ശേഷം കളി നടക്കുന്നു. സെമി ഫൈനലിലേക്ക്, ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നു. ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന സമയത്ത് തലേ ദിവസം തന്റെ കളിക്കാരൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ നാട്ടിലാണ് പെണ്ണുമെന്നാ പറയാം ആ കളിക്കാരനെ, അയാളെ മുടി നീട്ടി വളർത്തിയിട്ട് പോണിട്ടേലിട്ട് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇയാള് കളിക്കാരെന്ന് പറയുന്നുണ്ട്, നാളെ ഞാൻ ഇങ്ങനെ ഗോൾ അടിക്കും. ശ്രദ്ധിച്ചോളൂ. കളി തുടങ്ങി. അന്നൊരു വെള്ളിയാഴ്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കോഴിക്കോട് ടൗണിലാണ്. വെള്ളിയാഴ്ചയാണ്. പള്ളിയിൽ ജുമഴ കഴിഞ്ഞ് ആ ജുമഴ നേരെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കളി കാണാൻ റോഡിലേക്ക് വന്നു. TV സ്റ്റാൻഡിൽ ഇങ്ങനെ കളി കാണുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എതിർ ടീമിൽ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന്റെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ ഗോളി സീനിയോണി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഗോൾ പോസ്റ്റിൽ. ഇയാള് കളിക്കുന്നതിനിടയിൽ ഫൗൾ വന്നതിനെ തുടർന്ന് ഒരു ഫ്രീ കിക്ക് കിട്ടി. ഗോൾ പോസ്റ്റിന്റെ 50 വാര അകലെ നിന്ന് ഇയാൾ ഫ്രീ കിക്ക് എടുക്കുന്നു. ബോൾ അവിടെ വെച്ചിട്ട് ഇയാള് കാത്തുന്നത് ഒരടിയാണ്. ആ പന്തിന് കാർലോസ് ഒക്കെ പിന്നീട് വന്നേ അടിങ്ങനെ അടിച്ചിങ്ങനെ പോയി. ഗോൾ ഇവിടെ നിന്നു. കാരണം പന്ത് നേരെ പോകുന്നത് വിചാരിച്ചു. അങ്ങനെ ചെന്ന് ഒറ്റ കുത്തലാ നേരെ ഉള്ളിൽ. പന്തുകളെ വിദഗ്ധം പറയുന്ന ഫാളിംഗ് ലീഫ് ഗോൾ എന്ന് വിളിച്ചു. ഇല വീഴുന്ന പോലെ ഗോൾ വീഴുന്നു നേരെ. അയാൾ തലേ ദിവസം കളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഗോൾ അടിക്കുന്ന പറഞ്ഞു. അയാൾ അതേ ഗോൾ അടിക്കുന്നു. അയാൾ ജയിക്കുന്നു. റൊണാൾഡോ കളിക്കുന്ന സമയത്ത് സ്വന്തം ടീമിനെ ഒപ്പമുള്ള ആളുകളെ കളിപ്പിച്ചിട്ട് 40ാമത്തെ വയസ്സിൽ UEFA നാഷണൽസ് കപ്പ് എടുക്കുന്നു. അതൊരു ചെറിയ കപ്പായിരുന്നു, പക്ഷെ എന്നാൽ ഒരുപാട് നേടുന്നു. മെസ്സി എതിർ ടീമിനെ മൊത്തം തോൽപ്പിച്ച് കളിച്ച് ഗോൾ അടിക്കുന്നു. നെയ്മർ ഗോൾ അടിക്കുന്നു. എംബാപ്പെ ഗോൾ അടിക്കുന്നു. സുവാരസിൽ കടിച്ചിട്ടോ കടിക്കാതെ ഗോൾ അടിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? They have a plan. അവർക്കൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ എന്റെ നാട്ടിലെ തനി നാടൻ ഭാഷയിൽ ചോദിച്ചാൽ എന്തൊലക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? പ്ലാനിലേക്ക് ഒന്നും ചെയ്യാനില്ല മനുഷ്യന്മാരെ. പോട്ടെ, 4ാമത്തെ കാര്യം എന്നോട് പറഞ്ഞത് പ്ലാൻ.
അടുത്ത കാര്യം കൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. നിങ്ങളെ എന്തിനാ പറ്റുന്നത് നിങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി തരാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുന്ന 5 ക്വാളിറ്റീസ് പറയാം. 3 ക്വാളിറ്റീസ് പോട്ടെ.